എന്തായാലും അവസാന ദിവസത്തേക്കാണ് പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചർച്ച സഭയിലേക്ക് കരുതി വെച്ചത്. പ്രാൺ പ്രതിഷ്ഠ എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ നേട്ടമാകും, ആയുധമായി മാറുന്നു എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കിയിട്ടുള്ളത് തന്നെ അയോധ്യ ക്ഷേത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രാൺ പ്രതിഷ്ഠ ഇന്ന് സഭയുടെ ചർച്ചയ്ക്ക് വരുന്നു. അവിടെ മനു, ഈ മുസ്ലിം ലീഗിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് അടക്കം പങ്കെടുത്തതിൽ വലിയ അതൃപ്തിയും മുസ്ലിം ലീഗ് രേഖപ്പെടുത്തി. പക്ഷേ അത് ഈ കോൺഗ്രസിന് പ്രാൺ പ്രതിഷ്ഠയെ അങ്ങനെ തള്ളിക്കളയാനാകില്ല. കാരണം മാത്രമല്ല, അയോധ്യയിൽ കോടതി വിധി കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ബി.ജെ.പി ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പ്രാൺ പ്രതിഷ്ഠ അത് ഒരു വലിയ വിഷയമാക്കി ഒരു വശത്ത് ഉയർത്തുന്നു. ഇനി നോക്കൂ, അടുത്തൊരു വലിയ സംഭവം വരാനിരിക്കുകയാണ്. ഫെബ്രുവരി 14 അബുദാബിയിലെ ആദ്യത്തെ ക്ഷേത്രം വരികയാണ്. അവിടെ ഈ ഒരു പ്രമുഖ സ്വാമി മഹാരാജിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബാബ്സ് ക്ഷേത്രം, അത് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി അതും ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറും. ഇതൊക്കെ ഒരു വിശ്വ ഹിന്ദു ജയം എന്ന തരത്തിലേക്കാണ് ഇതിനെ. ഒരു ഗ്ലോബൽ കോണ്ടസ്റ്റിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു വികാസം ഉണ്ടാകുന്നു എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി അതിനെയൊക്കെ ഉയർത്തിക്കാണിക്കുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലൊരു മോദി തരംഗം ഉണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇന്നിപ്പോൾ പല ആളുകളും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ BSP പോലുള്ള പാർട്ടികളിൽ നിന്നുള്ളത്. കാരണം ഇന്ത്യ ഷൈനിങ് ഒക്കെ ഒരു കാലത്ത് ഇതുപോലെ വലിയ തരംഗമാണ് എന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ ബച്ചാ സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായണ സംസ്ഥ എന്ന ഈ ബാബ്സ് ക്ഷേത്രം അത് ഒരു അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ ഈ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒന്നാണ്. കാരണം ഉത്തരേന്ത്യയിലെ വലിയൊരു വിഭാഗവും ഹൈന്ദവ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരം പ്രാൺ പ്രതിഷ്ഠ പോലെ അയോധ്യ ക്ഷേത്രത്തെയൊക്കെ രാഷ്ട്രീയമായ ആയുധമാക്കി മാറ്റുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്ന്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ കോൺഗ്രസ് ഭാഗമായി എന്നുള്ളതാണ്. ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പല രാഷ്ട്രീയ പാർട്ടികളും ആ ചർച്ചയുടെ ഭാഗമായി. അതിൽ കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നിരയിൽ നിന്ന് MP ഗൗരവ് ഗൊഗോയ് ആയിരുന്നു. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതായത് കോൺഗ്രസ് പറയുന്നത്, നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകുമ്പോൾ അത് വ്യക്തമാകും, കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം രാജ്യത്തിന്റെ പരമോന്നത കോടതിയാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്, പക്ഷേ രാഷ്ട്രീയ ആയുധമാക്കരുത്. ആ നിലപാട് തന്നെയാണല്ലോ ഇന്നും മനു കോൺഗ്രസ് സ്വീകരിച്ചത്. അതെ, ഇന്ന് കുറെ കൂടി കടന്നവർ പറഞ്ഞു. ഇപ്പോൾ രാമരാജ്യം എന്ന ഒരു സങ്കല്പം, രാമരാജ്യം എന്ന് പറയുന്ന എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് രാമരാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പിന്നോക്ക വിഭാഗക്കാർക്കെതിരെ, ദളിതർക്കെതിരെ ഒക്കെ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം വർദ്ധിക്കുന്നു. അപ്പോൾ കുറ്റകൃത്യങ്ങളും തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ BJP അതിന് വേണ്ട രീതിയിലുള്ള അപ്പോൾ ആ ഒരു വിമർശനത്തെ ഒരു വശത്ത് രാമരാജ്യത്തെ ഉൾക്കൊള്ളുകയും അയോധ്യയെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ രാമരാജ്യം, അതായത് ഈ സുപ്രീം കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ രാമരാജ്യം എന്നത് ഇതാണോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. സുപ്രീം കോടതിയെ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കുറ്റകൃത്യങ്ങളും തൊഴിലില്ലായ്മയും ഈ രാജ്യത്ത് വർദ്ധിക്കുകയാണ് എന്ന ആക്ഷേപം ഈ ചർച്ചയുടെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നു. അത് വളരെ ഊന്നിപ്പറഞ്ഞുകൊണ്ട്, അതായത് രാമരാജ്യം എന്നത് ഇതല്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ആ ചർച്ചയിലേക്ക് കോൺഗ്രസ് കടത്തിവിട്ടത് ഈ വിഷയത്തെ. അതെ, സ്വാഭാവികമായും. അപ്പോൾ അത് കോൺഗ്രസിന് അറിയാലോ, ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇതിന് രാമരാജ്യത്തെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ രാമക്ഷേത്രത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് അതേസമയം ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ളൊരു അക്രമത്തെ പ്രധാനമായും ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തി അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കും എന്നതാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലാണ്. അതിനെ മറികടന്നതാകട്ടെ ഇപ്പോൾ BJP അതിനെ മറികടന്നത് രാമക്ഷേത്രത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ചർച്ച ചെയ്യണം എന്നതുൾപ്പെടെയുള്ള നിലപാട് മറ്റ്
ശിവസേന പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന NDAയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടെയൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നല്ലോ രാമക്ഷേത്രം. അപ്പോൾ ഈ അതേസമയം ഇപ്പോൾ ഈ ഏറ്റവും കുടുങ്ങി നിൽക്കുന്നതിൽ ശിവസേന ഉദ്ധവ് വിഭാഗമാണ്. അപ്പോൾ ഈ ഉദ്ധവ് വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ രാമക്ഷേത്രത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ്. ഇപ്പോൾ UBT ശിവസേന UBT വിഭാഗം രാമക്ഷേത്രത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത്. അപ്പോൾ പ്രിയങ്ക ചതുർവേദി ഇന്ന് വലിയ ഒരു പ്രസ്താവനയുമായൊക്കെ രംഗത്തെത്തി. രാമക്ഷേത്രം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അതിനെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തേണ്ട, അത് രാഷ്ട്രീയത്തിന് പുറത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ. അപ്പം അതുകൂടാതെ തന്നെ പ്രിയങ്ക ചതുർവേദി ഇന്ന് സർക്കാരിനെതിരെ ശക്തമായ നിലപാട്. അപ്പോൾ ഒരുപക്ഷെ ഇനി ഇത് പാച്ചാകില്ല, ഇവർ തമ്മിലുള്ള ആ ഒരിക്കലുണ്ടായൊരു സ്പർദ്ധ അത് ഇനി സാധ്യമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുള്ള തരത്തിൽ അവരുടെ ഒരു പ്രതികരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രിയങ്ക ചതുർവേദിയുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. तो ये दुर्भाग्यपूर्ण है। और रही पॉलिसीज़, जो पॉलिसीज़ हमने देखी नोटबंदी से लेकर जिस तरीके से GST का काम हुआ है, इम्प्लीमेंटेशन हुआ है, जहाँ पे छोटे कारोबारी पे और रेगुलेशन बढ़ा है, तो ये दुखदाई है। तो अगर ये 10 साल का अपने कार्यकाल का इतिहास बताएं और काम बताएं और फिर 5 साल आगे की जनता के बीच जाएं तो ज़्यादा ठीक रहेगा. രാഷ്ട്രീയം മാറ്റി നിർത്തി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി രാമക്ഷേത്രത്തിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്യണം എന്ന ആവശ്യം ശിവസേന മുന്നോട്ട് വയ്ക്കുകയാണ്. ശിവസേനയാണ് ഒരു കാലത്ത് BJPയേക്കാൾ വളരെ ശക്തമായി രാമക്ഷേത്രത്തിന് വേണ്ടി വിഭജിച്ച് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഷിൻഡെ വിഭാഗവും ഉണ്ടല്ലോ.